ഞാനേ ഒരു കാര്യം ചോദിക്കാനാ വിളിച്ചത്. ശ്രുതി ചേച്ചി പ്രഗ്നന്റ് അല്ലേ? അതെ, ഇതിപ്പോ നിന്നോടാരാ പറഞ്ഞേ? ശ്രുതി ചേച്ചി തന്നെയാ. ദേ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വന്നിരുന്നു. അത് ശരി. അല്ല, അവൾ ഒറ്റയ്ക്കാണോ വന്നത്? അല്ലല്ല, ചേച്ചിയുടെ ഫ്രണ്ടില്ലേ മീര, പുള്ളിക്കാരിയും കൂടെ ഉണ്ടായിരുന്നു. ശ്രുതി ചേച്ചി പ്രഗ്നന്റ് ആയ കാര്യം ചേച്ചി എന്നോട് പറയാതിരുന്നേ? അതാരോടും പറഞ്ഞിട്ടില്ല. അവള് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യത്തിൽ ഇവിടെ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. എന്നാലേ സംശയിക്കാൻ ഒന്നുമില്ല. ശ്രുതി ചേച്ചി അമ്മയാവാൻ പോവാ. അതിന്റെ സന്തോഷം ശ്രുതി ചേച്ചിയുടെ മുഖത്തുണ്ട്. ശരി ചേച്ചി, ഞാനെന്നാ പിന്നെ വിളിക്കാം, കുറച്ച് തിരക്കുണ്ട്. ശരി. സച്ചേട്ടാ, ദേവ് ഹോസ്പിറ്റലിൽ വെച്ച് ശ്രുതിയെ കണ്ടിരുന്നു. അതാ വിളിച്ചേ. അവള് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പോയതാ. ശ്രുതി കള്ളം പറഞ്ഞതല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അവള് പ്രഗ്നന്റ് തന്നെയാ സച്ചേട്ടാ. സച്ചേട്ടൻ എന്തിനാ ചിരിക്കുന്നേ? ഇപ്പോഴും വിശ്വാസം വന്നില്ലേ? ഉഫ്, സച്ചേട്ടൻ്റെ ഒരു കാര്യം. സച്ചേട്ടൻ വിശ്വസിക്കേണ്ട. നീ ഇവിടെ ഇരിക്കുകയായിരുന്നോ? അച്ഛാ, അച്ഛനൊന്ന് അമ്മയോട് സംസാരിക്കാമോ? ആവുന്നത്ര ഞാൻ പറഞ്ഞു നോക്കിയതല്ലേ, ഇനി എന്ത് സംസാരിക്കാനാ? നീ ധൈര്യത്തോടെ ഒരു തീരുമാനം എടുക്ക, അല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. എങ്കിലേ ഞാൻ പറയാം. ഇവൻ ധൈര്യത്തോടെ ഒരു തീരുമാനം എടുക്കട്ടെ, ഞാനിവിടുന്ന് ഇറങ്ങിക്കോളാം. അപ്പൊ എല്ലാവർക്കും സമാധാനമാവുമല്ലോ. എന്നാ നിങ്ങൾക്കൊക്കെ വിവരം വരിക? ആ കള്ളി പറഞ്ഞത് അതേപടി വിശ്വസിച്ചിരിക്കുക. അവള് ഭാമയോട് കള്ളം പറഞ്ഞാന്നേ. ഏയ്, അവള് കള്ളമൊന്നും പറഞ്ഞതായിരിക്കില്ല അമ്മേ. അമ്മേ, ശ്രുതി പറഞ്ഞ സത്യ. അവള് പ്രഗ്നന്റാ. ഡേ, നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? നീ പോയി നിന്റെ ജോലി ചെയ്യ്. നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഇടപെടും. അവള് ഈ വീട്ടിലല്ലേ കഴിയുന്നേ, അപ്പൊ ഇടപെടും. അവള് പ്രഗ്നന്റ് ആണെന്ന് ഉറപ്പിക്കാൻ നിന്റെ കയ്യിൽ തെളിവ് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ എന്നെ ദേവു വിളിച്ചിരുന്നു. ശ്രുതിയും മീരയും അവള് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയിരുന്നു അത്രേ. എന്നിട്ട് ദേവു ചോദിച്ചപ്പോ ശ്രുതി പ്രഗ്നന്റ് ആണ്, ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞ്. കണ്ടോ കണ്ടോ അമ്മേ? കേട്ടല്ലോ ചന്ദ്രേ, ഇനിയും നിനക്ക് സംശയമുണ്ടോ? അമ്മേ, ഞാൻ പറഞ്ഞല്ലേ അമ്മേ, ഈ കാര്യത്തിൽ ശ്രുതി കള്ളം പറയില്ലെന്ന്. അവള് തെറ്റുകാരിയാണ്. എന്നാ ഈ ഒരു അവസ്ഥയില് നമ്മളെല്ലാവരും അവളോട് ഇങ്ങനെ കാണിക്കുന്നതും തെറ്റല്ലേ അമ്മേ? എന്തൊക്കെ പറഞ്ഞാലും അവൾ എന്റെ ഭാര്യയല്ലേ അമ്മേ? വർഷയ്ക്കിപ്പോ ഈ വീട്ടിൽ കിട്ടുന്ന സ്നേഹവും പരിചരണവും ഒക്കെ അതെന്റെ ശ്രുതിക്കും കിട്ടണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും അവള് ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ അമ്മേ? ശ്രുതി അവൾ എന്റെ കൂടെ ഈ വീട്ടിൽ വേണോ അമ്മേ? അവളോട് ക്ഷമിക്കമ്മേ. അമ്മേ, ഞാൻ ചെന്ന് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വന്നോട്ടെ? അമ്മേ പ്ലീസ് അമ്മേ, ഞാനൊന്ന് പൊയ്ക്കോട്ടെ? വേണ്ട, എനിക്കൊന്ന് ആലോചിക്കണം. അമ്മേ,
നീ ഇത് ഇതുവരെയായിട്ടും കഴിച്ചില്ലേ? കഴിച്ചങ്ങോട്ട്. എനിക്ക് വേണ്ട. ശ്രീകാന്ത് തന്നെ കഴിച്ചോ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? നിന്റെ വയറ്റില് നമ്മുടെ കുഞ്ഞു വളരുന്നത്. നീ ഇത് കഴിച്ചേ പറ്റൂ. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ. ആഹാ. രേവതി എന്തോ ഒന്നി വരുമോ? അതേ വരണു. ആ ഇപ്പൊ വരും കേട്ടോ. ശരിയാക്കി തരാമേ. രേവതി ഇങ്ങോട്ടൊന്ന്. ഇവിടെ ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നില്ല. അതെന്താ മോളെ കഴിക്കാത്തെ? അവക്ക് വേണ്ടത്ര. ദേ അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റൂല. ഇത് കഴിക്ക്. ദേ കഴിച്ചേ പറ്റൂ. കഴിക്ക് കഴിക്ക്. ആ ആ ആ ആ ആ ഇപ്പൊ നിനക്കൊരു കൂട്ടുവരാൻ പോവല്ലേ? ദേ അവള് നിന്നെ പോലെ ആയിരിക്കില്ല കേട്ടോ. അവൾക്ക് വേണ്ടതൊക്കെ അവള് മുറിയില് ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിട്ടായാലും കഴിക്കും. അല്ല ഇത് ആരുടെ കാര്യമായിട്ട് പറയുന്നേ? പോടാ, ഒന്നും അറിയാത്ത പോലെ. എടാ ശ്രുതിയുടെ കാര്യം ഞാൻ പറഞ്ഞേ. അവളും പ്രഗ്നന്റ് ആണല്ലോ. പിന്നെ അമ്മയൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല. എന്നാലും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. അല്ല ശ്രുതിയടുത്ത് പ്രഗ്നന്റ് ആണോ? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിങ്ങളോട് അവളുടെ ഭർത്താവ് പറഞ്ഞു കാണൂന്നാ ഞാൻ കരുതിയത്. അവള് പ്രഗ്നന്റ് ആണെന്ന് ബാമാൻറ്റി ഇവിടെ വന്ന് പറഞ്ഞതാ. നീ എന്തിനാ ചിരിക്കുന്നേ? ശ്രുതി ചേച്ചിക്ക് അങ്ങനെ തന്നെ വേണം. കള്ളം പറഞ്ഞതിനുള്ള ശിക്ഷയാ അത്. ശിക്ഷയോ? ഇതൊക്കെ ഒരു അനുഗ്രഹമല്ലേ വർഷേ? ഞാനേ ഇത് പിന്നെ കഴിച്ചോളാം. വർഷ നിക്ക്. ഇവളുടെ മനസ്സ് മാറാനൊന്നും പോകുന്നില്ല. എടാ മാറും, മാറ്റിയെടുക്കും നമ്മള്. അവളെ ഞാനങ്ങനെ വിടാൻ പോകുന്നില്ല. ഇത് മുഴുവൻ കഴിപ്പിച്ചിട്ടേ അടങ്ങും. വർഷേ നീ എന്താ ഈ ആലോചിച്ച് നടക്കുന്ന? അല്ല ദേവ് പറഞ്ഞിട്ടും അവർ വിശ്വസിച്ചാണില്ലേ? നോക്ക്, സമയം ഇത്ര ആയില്ലേ? അറിഞ്ഞുടൻ ശ്രുതി വിളിക്കേണ്ടതായിരുന്നു. അവരാരും വിശ്വസിച്ച് കാണില്ല. ആ പ്ലാൻ വർക്കൗട്ട് ആയില്ലെന്നാ തോന്നുന്നത്. അല്ല ഇനി എന്ത് ചെയ്യാനാ? വർക്കൗട്ട് ആയില്ലെന്ന് പറയാൻ വരട്ടെ. ഒരു 2-3 ദിവസം കൂടി വെയിറ്റ് ചെയ്യ്. അതിനിടയില് സുധിയോ നിന്റെ വീട്ടിലുള്ള മറ്റുള്ളവരെ വിളിച്ചില്ലെങ്കിൽ പിന്നെ പ്രതീക്ഷിക്കണ്ട. നമുക്ക് വേറെ വഴി നോക്കാം. നീ ചെന്ന് കിടക്കാൻ നോക്ക്. ഞാൻ കിടക്കാൻ പോവാ. എനിക്ക് ഉറക്കം വരുന്നു. എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്. അതെന്താ ഞാൻ ഇപ്പോ ഇങ്ങനൊരു സ്വപ്നം കണ്ടത്? ശ്രുതിയെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ദൈവം സ്വപ്നത്തിലൂടെ പറഞ്ഞതാണോ? മറ്റുള്ളവർക്ക് വേണ്ടി എന്റെ സന്തോഷം ഞാൻ തല്ലിക്കെടുത്തുകയാണോ? എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ശ്രുതിയെ കാണണം എനിക്ക്. എത്ര നാളിങ്ങനെ അകന്നു കഴിയാനാ?
ശ്രുതി എന്തുറ്റി? എന്നെ വിളിക്കരുത് കാണരുതെന്നൊക്കെ അല്ലേ അമ്മ പറഞ്ഞിരിക്കുന്നെ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ? അത് ശ്രുതി, ഞാൻ നമ്മുടെ കുഞ്ഞിനെ സ്വപ്നം കണ്ടു ശ്രുതി. കുഞ്ഞോ? നമ്മുടെ പൊന്നോമനെ നമ്മുടെ കയ്യിലെടുത്ത് കൊഞ്ചിച്ച് അവള് നമ്മുടെ വിരൽ തുമ്പിലൊക്കെ വിടാതെ മുറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു. അത് കണ്ട് സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോയി ശ്രുതി. എനിക്ക് അപ്പൊ തന്നെ നിന്നെ വിളിക്കാൻ തോന്നി. അല്ല, എന്താ ഇപ്പൊ അങ്ങനൊരു സ്വപ്നം കണ്ടേ? നീ ഇപ്പൊ പ്രഗ്നന്റ് അല്ലേ ശ്രുതി? നമ്മൾ അച്ഛനും അമ്മയാവാൻ പോവല്ലേ? കിടക്കുമ്പോ എന്റെ മനസ്സ് നിറയെ അതായിരുന്നു. അതായിരിക്കും ഇങ്ങനത്തെ സ്വപ്നം കണ്ടത്. നിന്നെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ദൈവം എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞതാവാം. അല്ല, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് സുധിയോട് ആരാ പറഞ്ഞേ? അത് മാമേന്റെ വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നു. ഓ, പിന്നെ നിന്നെ ഹോസ്പിറ്റലിൽ കണ്ടപ്പോ ദേവു രേവതിയെ വിളിച്ചു പറഞ്ഞിരുന്നു. എന്നിട്ട് എന്താ ശ്രുതി നീ എന്നെ ഒന്ന് വിളിച്ച് പറയാറുന്നത്? പറയാൻ വേണ്ടി ഞാൻ എത്ര തവണ വിളിച്ചതാ, പക്ഷെ സുധി ഫോൺ എടുത്തോ? ഷോറൂമിൽ വന്ന് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ആന്റിയെ പേടിച്ചാ ഞാൻ വരാതിരുന്നത്. സുധിക്ക് എന്നോടുള്ള ദേഷ്യം മാറിയോ? നമുക്കിനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട ശ്രുതി. കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. നീ എന്റെ കൂടെ തന്നെ വേണം. നമ്മുടെ കുഞ്ഞിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. അല്ല, അതിന് ആന്റി സമ്മതിക്കോ? അതെ, ആരാ മിണ്ടാതിരിക്കും. ശ്രുതി, അമ്മയെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം. ശ്രുതി, എനിക്കിപ്പോ നിന്നെ കാണാൻ തോന്നുക ശ്രുതി. ഞാനിപ്പോ അങ്ങോട്ട് വരട്ടെ? അയ്യോ, വേണ്ട. അമ്മ കണ്ട പിന്നെ അത് മതി. അമ്മയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. എന്തായാലും ഇനി നമ്മൾ അങ്ങോട്ട് ഒന്നിച്ചേ ജീവിക്കൂ ശ്രുതി. അത് ഞാൻ നിനക്ക് ഉറപ്പ് തരിക. ശ്രുതി, ഞാനിപ്പോ നിന്നെ കാണാൻ അങ്ങോട്ട് വന്നോട്ടെ? വാസുതി, എനിക്കാണെങ്കിൽ സുധിയെ കാണാൻ കൊതിയാവുക. ആണോ? എല്ലാരും ഉറങ്ങിക്കാണും, അതുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. പെട്ടെന്ന് വാ. ആ ശരി ശ്രുതി. ആ ശരി. വീരെ, നമ്പർ ഏറ്റു. വൈകിയാണെങ്കിൽ സുധി വിളിച്ചു. ഇപ്പഴേ ഇങ്ങോട്ട് വരുന്ന പറഞ്ഞ. ഈ സമയത്തോ? ആ, അതിനിപ്പോ എന്താ? അവനെ എല്ലാം മറന്നു എന്നാ പറഞ്ഞ. ഞാൻ ഇനി എന്ത് പറഞ്ഞാലും അവൻ കേൾക്കും. അവൻ എന്റെ കസ്റ്റഡിയിലായി. നീ കണ്ടോ, 2-3 ദിവസത്തിനകം ഞാൻ അവന്റെ വീട്ടിലെത്തും. മുമ്പത്തെ പോലെ തന്നെ സുധിയുടെ അമ്മ എന്നെ തലേ വെച്ചോണ്ട് നടക്കും. കള്ളം പറഞ്ഞതിനാ നിന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. ഇപ്പോ അടുത്ത കള്ളം പറഞ്ഞ് നീ നിന്റെ കെട്ടിയവനെ വലയിലാക്കി. പെട്ടെന്ന് തന്നെ അവിടെ കയറിപ്പറ്റുകയും ചെയ്യും. കൊള്ളാടി കൊള്ളാം. അല്ല, നീ ഉറങ്ങിയിരുന്നില്ലേ? നീ ഫോൺ ചെയ്യുന്നത് കേട്ട് ഉണർന്നതാ. ഓ, പിന്നെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ നീ കിടന്നോട്ടോ. ഇല്ല, ഇനി ഞാൻ ഉറങ്ങുന്നില്ല. ഞാൻ നിങ്ങൾക്കിടയിലെ ഒരു കട്ടുറുമ്പാവാൻ പോവാ. ഞാൻ സത്യം തന്നെയാ പറഞ്ഞേ, ശ്രുതി പ്രഗ്നന്റാ. അമ്മേ, ശ്രുതി പറഞ്ഞ സത്യ, അവള് പ്രഗ്നന്റാ. അതെ, അമ്മ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പോയി എന്റെ ശ്രുതിയെ വിളിച്ചോണ്ടിരാൻ പോവാ. അവള് ചെയ്തൊക്കെ നമുക്ക് തൽക്കാലം മറക്കാം അമ്മേ. അച്ഛാ, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ഞാൻ പോവാ.
ദാ, നീ എവിടെ പോകുന്നു? അത് പിന്നെ ഞാൻ ഇതൊഴി ചോദിച്ചത് കേട്ടില്ലേ? നീ എവിടെ പോകുന്നു? അമ്മേ, ഞാൻ എവിടെയും പോകുന്നില്ല. എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ലമ്മേ. അതുകൊണ്ട് ഞാൻ വെറുതെ കുറച്ച് സമയം പുറത്തിരിക്കാന്ന് കരുതി. അത് കള്ളം. സത്യം അമ്മേ. നീ ശ്രുതിയെ കാണാൻ പോവാണോ? അതെ അമ്മേ. നിന്റെ പോക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എടാ, എന്തിനാണ് ഇങ്ങനെ പാത്തും പതുങ്ങി പോകുന്നേ? അവളെ കാണാനായിട്ട് നിനക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പകല് പോകാരുന്നില്ലേ? അതെങ്ങനെയാച്ചാ? അമ്മയെ പേടിച്ചിട്ടല്ലേ ഈ സമയത്തൊക്കെ ഇറങ്ങുന്നേ? അമ്മേ, അമ്മ എന്നോട് ക്ഷമിക്കണം. അമ്മേ, ഞാൻ എന്റെ കുഞ്ഞിനെ സ്വപ്നം കണ്ടമ്മേ. കുഞ്ഞിനോടൊപ്പം കളിയും ചിരിയും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ വീട്ടില് ഞാനും എന്റെ ശ്രുതിയും. അമ്മേ, അത് ഓർത്തപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലമ്മേ. അപ്പൊ തന്നെ ഞാൻ ശ്രുതിയെ വിളിച്ചു. എനിക്ക് ഇപ്പൊ തന്നെ അവളെ കാണണമെന്ന് പറഞ്ഞു. അവളെ കാണാനായിട്ട് ഇറങ്ങിയതാമേ ഞാൻ. അമ്മേ, അവളുടെ വയറ്റില് എന്റെ കുഞ്ഞല്ലേ അമ്മേ വളരുന്നത്. എന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് കൂടിയല്ലേ ഞാൻ പോകുന്നത്. എനിക്ക് പോയേ പറ്റൂ അമ്മേ. അമ്മേ, അമ്മ പേടിക്കൊന്നും വേണ്ട. ഞാൻ ശ്രുതിയെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയൊന്നുമില്ല. എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി അമ്മേ. കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് എന്നെ ഇങ്ങോട്ട് തിരികെ വന്നോളാം. പ്ലീസ് അമ്മേ, അമ്മ എന്നോട് പോകണ്ടെന്ന് മാത്രം പറയരുത്. എന്തിനാടാ കണ്ടിട്ട് വരുന്നത്? നമുക്ക് ശ്രുതിയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. എല്ലാം മറന്ന് നീ അവളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ. ഞാൻ എതിർക്കുന്നില്ല. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല സുധി. അല്ല, ആന്റിക്ക് എന്തെങ്കിലും പെട്ടെന്ന് മനംമാറ്റം ഉണ്ടാവാൻ കാരണം? പിറക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിനെ ഓർത്തിട്ടായിരിക്കും. ഇങ്ങനെയുള്ള മണ്ടന്മാരെ ഞാൻ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല. ആന്റിയെ എന്നോട് ചെയ്തൊന്നും ഞാൻ മറന്നിട്ടില്ല. ഞാൻ അവിടെ ഒന്ന് കേറട്ടെ. ഞാൻ അവരെ മനസമാധാനത്തോടെ ജീവിക്കാൻ വിടില്ല. ഞാനൊരു ഓട്ടം വിളിച്ചാ നിനക്ക് വരാൻ പറ്റുമോ? ഞാൻ വെറുതെ ഒരു ഓട്ടം വിളിച്ചതല്ല. എനിക്ക് നിന്റെ ഒരു സഹായം കൂടി വേണം. പറയാമേ,
എന്ത് സഹായം വേണ്ടേ? എന്താണെങ്കിലും ഈ ഞാൻ ചെയ്യും.